കാശ്മീർ യാത്രയുടെ 4-ാം ദിനം അതിരാവിലെ ശ്രീനഗർ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അതിമനോഹരമായ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് ശ്രീനഗറിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന സോനാമാർഗ് എന്ന അതിമനോഹരമായ ഇടമാണ്. റോഡ് മാർഗം ഏതാണ്ട് 2.5 മുതൽ 3 മണിക്കൂർ വരെ യാത്ര ചെയ്ത് വേണം ശ്രീനഗറിൽ നിന്നും നാം സോനാമാർഗിൽ. യാത്രയിൽ ഉടനീളം അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. എവിടെ നോക്കിയാലും പച്ചപ്പും മഞ്ഞും മൂടിയ മലകളും അങ്ങനെ കണ്ണെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന മനോഹര ദൃശ്യങ്ങളുടെ ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ് ഈ യാത്ര. അങ്ങനെ മനോഹരമായ ഈ യാത്രയ്ക്കൊടുവിൽ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുമ്പോൾ നാം മലനിരകളുടെ അരികിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മലയുടെ താഴ്വാരങ്ങളിൽ മഞ്ഞുരുകി നിറയുന്ന മനോഹരമായ നദിയും മലമുകളിൽ പഞ്ഞി പോലെ പടർന്നു കിടക്കുന്ന മഞ്ഞും പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഒക്കെ ഈ മനോഹരമായ കാഴ്ചയെ അതിമനോഹരമാക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും അത്ഭുതാവഹമായ കാര്യമല്ല. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിലിരുന്ന് ഞാൻ സഹയാത്രികർക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നാം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സോനാമാർഗിലെ തന്നെ ഏറ്റവും മനോഹരമായ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ ഗ്ലേഷ്യർ ഹൈറ്റ്സിലേക്കാണ്. ഇന്നത്തെ ഉച്ചഭക്ഷണം നമുക്കായി കരുതിയിരിക്കുന്നത് ഇവിടെയാണ്. സോനാമാർഗിലേക്കുള്ള യാത്രാമധ്യേ നമുക്ക് ലഭിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രവും ഭക്ഷണം കഴിക്കാനുള്ള ഇടവുമാണ് ഈ ഹോട്ടൽ ഗ്ലേഷ്യർ റിസോർട്ട്സ്. അതിമനോഹരമായ ഹോട്ടലാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വിശാലമായ കുന്നിൻ്റെ താഴ്വരയിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു പ്രോപ്പർട്ടിയിലാണ് ഈ ഹോട്ടൽ ഗ്ലേഷ്യർ ഹൈറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും 4 ദിക്കിലേക്ക് നോക്കിയാലും കുന്നുകളാൽ ചുറ്റപ്പെട്ട മഞ്ഞിനാൽ മൂടപ്പെട്ട മലനിരകളുടെ വലിയൊരു ശൃംഖലയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിന്നും ബസ് പാർക്ക് ചെയ്തതിന് ശേഷം മറ്റ് ചെറു വാഹനങ്ങളിലാണ് നമ്മുടെ യാത്ര തുടരേണ്ടത്. ഇവിടെ കുതിരസവാരിക്കും മറ്റുമുള്ള സൗകര്യങ്ങളും ധാരാളമായി ഒരുക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം യാത്രക്കാരിൽ പലരും കുതിരസവാരിക്കായി പോവുകയും മറ്റും പോകുമ്പോൾ ഞാൻ ഗ്ലേഷ്യർ കാണാനും മഞ്ഞുമലകളുടെ സൗന്ദര്യം ആസ്വദിക്കാനുമാണ് തീരുമാനിച്ചത്. യാത്രികർ പകുതിയോളം സഹയാത്രികർ കുതിരസവാരിക്കായി പോവുകയുണ്ടായി. ധാരാളം കുതിരകളെയാണ് ഈ കുതിരസവാരിക്കായി ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള തദ്ദേശവാസികളുടെ ഒരു വരുമാനം എന്നതിലുപരി ദൂര നാടുകളിൽ നിന്ന് വരുന്നവർക്ക് കുതിരസവാരിയുടെ അനുഭവം നൽകാനും ഇത് കാരണമാകുന്നു. ഇങ്ങനെ ഹോട്ടൽ ഗ്ലേഷ്യർ റിസോർട്ട്സിൽ നിന്നും പുറപ്പെട്ട് വാഹനത്തിൽ നിന്ന് ഗ്ലേഷ്യറിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ഈ യാത്രയിലെ അതിമനോഹരമായ കാഴ്ചകളെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീനഗർ ലേഹ് ഹൈവേയിലുള്ള ഈ യാത്രയിലുടനീളം പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. യാത്രയിൽ ഉടനീളം നമുക്കൊപ്പം സഞ്ചരിക്കുന്നത് സിന്ധ് നദിയാണ്. തെളിഞ്ഞ വെള്ളവും പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെയുള്ള നദിയുടെ ഒഴുക്കും അതിമനോഹരമാണ്. സോനാമാർഗിലെ മാത്രം പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മഞ്ഞുമലകൾ. സോനാമാർഗിലേക്ക് അടുക്കുംതോറും പശ്ചാത്തലത്തിൽ മഞ്ഞു പുതച്ച ഹിമാലയൻ മലനിരകൾ നമുക്ക് ദൃശ്യമാകും. റോഡിന് ഇരുവശവും ഇടതൂർന്നു നിൽക്കുന്ന പൈൻ ദേവദാരു മരങ്ങൾ കാശ്മീരിൻ്റെ തനത് ഭംഗി വിളിച്ചോതുന്നതാണ്. ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്ന ഇടയന്മാരും
ആപ്പിൾ തോട്ടങ്ങളും ഇടയ്ക്കിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഴിയിലുള്ള മാർഗോണ്ട് ഒരു ചെറിയ ഗ്രാമം പ്രകൃതി രമണീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെ അല്പനേരം വിശ്രമിക്കുന്നത് ഉന്മേഷദായകമായിരിക്കും. സോനാമാർഗിന് തൊട്ടടുത്തുള്ള ഗഗൻഗീർ എന്ന സ്ഥലം വളരെ മനോഹരമാണ്. ശീതകാലത്ത് സോനാമാർഗിലേക്ക് പോകാൻ കഴിയാത്തപ്പോൾ വിനോദസഞ്ചാരികൾ ഇവിടെ വരെയാണ് പോകാറുള്ളത്. വഴിനീളെ ചെറിയ ധാബകളും ചായക്കടകളുമുണ്ട്. അവിടുത്തെ കാശ്മീരി കാവ പരീക്ഷിക്കാൻ യാത്രികർക്ക് കിട്ടുന്ന ഒരു അസുലഭ അവസരമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2730 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമാർഗ് അഥവാ സ്വർണത്തിൻ്റെ പുൽമേട് യാത്രികർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. കാശ്മീർ താഴ്വരയിലെ തന്നെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ സോനാമാർഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൂര്യപ്രകാശം തട്ടി തിളങ്ങുന്ന മഞ്ഞ് പുതച്ച മലനിരകളും പച്ചപ്പും നിറഞ്ഞ ഈ പ്രദേശം സഞ്ചാരികളുടെ സ്വർഗമാണ്. അതുകൊണ്ടാണ് ഇതിനെ മെഡോ ഓഫ് ഗോൾഡ് എന്ന് വിളിക്കാറ്. താജിവാസ് ഗ്ലേസിയർ ആണ് ഈ സോനാമാർഗിൻ്റെ മകുടമായി നിലകൊള്ളുന്നത്. സോനാമാർഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണിത്. വർഷം മുഴുവൻ മഞ്ഞ് കാണാൻ സാധിക്കുന്ന ഇവിടുത്തെ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ശാന്തമായി ഒഴുകുന്ന സിന്ധു നദി സോനാമാർഗിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഇവിടെ ട്രൗട്ട് ഫിഷിങ്ങിനും വൈറ്റ് വാട്ടർ റാഫ്റ്റിങ്ങിനും സൗകര്യങ്ങളുണ്ട്. ലഡാക്കിലേക്കുള്ള യാത്രയിലെ പ്രധാനപ്പെട്ട പാത കൂടിയാണിത്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം ഏറെ പ്രിയപ്പെട്ടതാണ്. കൃഷൻസർ, വിഷ്ണുസർ തടാകങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ തടാകങ്ങളിലേക്കുള്ള യാത്ര മറക്കാനാവാത്ത അനുഭവമായിരിക്കും നൽകുക. ഹിമാലയൻ മലനിരകളുടെയും പൈൻ മരങ്ങളുടെയും ദേവദാരുക്കളുടെയും അതിമനോഹര കാഴ്ചയാണ് ഇവിടെ പ്രകൃതി ഭംഗി ഏറ്റവും കൂടുതൽ ലഭിക്കാൻ കാരണമാകുന്നത്. വേനൽക്കാലത്ത് പോലും മഞ്ഞ് കാണാൻ കഴിയുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നുകൂടി ആയതുകൊണ്ടാണ് മഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടമായും ഇത് മാറുന്നത്. ട്രെക്കിംഗ്, ക്യാമ്പിംഗ്, സ്ലെഡ്ജിംഗ് തുടങ്ങിയ കായിക വിനോദങ്ങൾക്ക് അനുയോജ്യമായ സാഹസികത പ്രദാനം ചെയ്യുന്ന ഒരിടം കൂടിയാണ് ഇവിടം. പ്രശസ്തമായ അമർനാഥ് യാത്രയുടെ ഒരു പ്രധാന ബേസ് ക്യാമ്പ് കൂടിയാണ് ഈ സോനാമാർഗ്. അത് ബാൽതാൽ വഴി നാം അമർനാഥിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് സോനാമാർഗ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ശീതകാലത്തെ കടുത്ത മഞ്ഞുവീഴ്ച കാരണം ഇവിടേക്കുള്ള റോഡുകൾ പലപ്പോഴും അടയ്ക്കാറാണ് പതിവ്. കാശ്മീർ യാത്രയിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരിടമാണ് സോനാമാർഗ്. പ്രകൃതിയുമായി അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇങ്ങനെ നാട്ടിൽ ഉടനീളം നമ്മുടെ മുമ്പിൽ മകുടമായി നിലകൊള്ളുന്ന താജിവാസ് ഗ്ലേസിയറിനെ ഏറ്റവും അടുത്ത് ഇവിടെ നിന്നും അറിയാൻ സാധിക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന താജിവാസ് ഗ്ലേസിയർ വർഷം മുഴുവൻ മഞ്ഞ് കാണാൻ കഴിയുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. സോനാമാർഗ് ടൗണിൽ നിന്നും ഏകദേശം 3-4 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിത്യഹരിത മഞ്ഞുപാളികളാണ്. വേനൽക്കാലത്തും ഇവിടെ മഞ്ഞുപാളികൾ കാണാം എന്നത് സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇവിടം ഒരു സ്വർഗമാണ് എന്നത് നിശ്ചയമാണ്. സോനാമാർഗ് ടൗണിൽ നിന്നും കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കാൽനടയായോ അല്ലെങ്കിൽ ടാക്സികളിലോ ഗ്ലേസിയറിലേക്ക് എത്താം. മനോഹരമായ പൈൻമരങ്ങൾക്കും അരുവികൾക്കും ഇടയിലുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്.
ഗ്ലേസിയറിലേക്കുള്ള വഴിയിൽ മഞ്ഞുരുകി താഴേക്ക് ഒഴുകുന്ന നിരവധി ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മഞ്ഞിലൂടെയുള്ള തെന്നി നീങ്ങൽ അഥവാ സ്ലെഡ്ജിങ് ഇവിടെ വളരെ പ്രചാരമുള്ള ഒരു വിനോദമാണ്. കൂടാതെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടം മികച്ചൊരു അനുഭവമാണ് പ്രദാനം ചെയ്യുക. ഹിമാലയൻ മലനിരകളുടെ പശ്ചാത്തലത്തിൽ ക്യാമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താജിവാസ് താഴ്വര വളരെ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. മഞ്ഞുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ, തണുപ്പ് അതികഠിനമായതുകൊണ്ട് തന്നെ നല്ല കമ്പിളി വസ്ത്രങ്ങളും ജാക്കറ്റുകളും കരുതേണ്ടത് ഈ യാത്രയുടെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. അതുപോലെ തന്നെ മഞ്ഞിലൂടെ നടക്കാൻ അനുയോജ്യമായ ഗം ബൂട്ട്സ് ഇവിടെ വാടകയ്ക്ക് ലഭ്യമായതുകൊണ്ട് തന്നെ അതും കരുതേണ്ടത് അത്യാവശ്യമാണ്. രാവിലെ തന്നെ യാത്ര തിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. വൈകുന്നേരമാവുമ്പോഴേക്കും കാലാവസ്ഥയിൽ മാറ്റം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് നാം തിരികെ ഇറങ്ങുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഗ്ലേസിയറിന് സമീപം ചെറിയ ചായക്കടകളും ലഘുഭക്ഷണശാലകളും ഒക്കെ ലഭ്യമാണ്. കാശ്മീരിൻ്റെ വന്യമായ സൗന്ദര്യവും തണുപ്പും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ഈ താജിവാസ് ഗ്ലേസിയർ. താജിവാസ് ഗ്ലേസിയറിൽ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പ്രധാന വിനോദങ്ങളും ഒക്കെ ധാരാളമുണ്ട്. സോനാമാർഗ് ടൗണിൽ നിന്ന് താജിവാസ് ഗ്ലേസിയറിലേക്ക് കുതിരസവാരിയായും എത്താവുന്നത് ഏറ്റവും ജനപ്രിയമായ ഒരു മാർഗമാണ്. മലനിരകളുടെയും പൈൻമരക്കാടുകളിലൂടെയും ഇടയിലൂടെയുള്ള കുതിരസവാരി അതിമനോഹരമായ ഒരു അനുഭവമാണ് ഓരോ യാത്രികരും നൽകുന്നത്. മഞ്ഞിലൂടെ തടിപ്പലകകളിൽ ഇരുന്ന് തെന്നി നീങ്ങുന്ന വിനോദമാണ് സ്ലെഡ്ജിങ് എന്ന് പറയുന്നത്. ഗ്ലേസിയറിലെ ചെരിഞ്ഞ മഞ്ഞുപാളികളിലൂടെയുള്ള സ്ലെഡ്ജിങ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആവേശം നൽകുന്നതാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സോനാമാർഗിൽ നിന്ന് ഗ്ലേസിയറിലേക്ക് നടന്നു പോകാവുന്നതാണ്. ഏതാണ്ട് 3-4 കിലോമീറ്റർ ദൂരം. പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഫോട്ടോകൾ എടുക്കാനും കാൽനടയായി പോകുന്നതാണ് ഏറ്റവും അനുയോജ്യം. വർഷം മുഴുവനും മഞ്ഞ് ലഭ്യമായതിനാൽ മഞ്ഞിൽ കളിക്കാനും മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കാനും ഇവിടെ സാധിക്കും. വേനൽക്കാലത്ത് പോലും മഞ്ഞ് ആസ്വദിക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ചുറ്റുമുള്ള മഞ്ഞു പുതച്ച മലനിരകൾ, പച്ചപ്പുള്ള താഴ്വാരങ്ങൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ താജിവാസിനെ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് പാരഡൈസ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമാവില്ല. കാശ്മീരിൻ്റെ തനത് വസ്ത്രങ്ങൾ വാടകയ്ക്കെടുത്ത് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. പ്രകൃതിയുടെ മടിത്തട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താജിവാസ് ഗ്ലേസിയറിന് താഴെയുള്ള താഴ്വരകളിൽ ടെന്റുകൾ അടിച്ച് താമസിക്കാം. രാത്രിയിലെ നക്ഷത്ര നിബിഡമായ ആകാശവും തണുപ്പും വേറിട്ടൊരു അനുഭവമാണ് ഓരോ യാത്രികനും നൽകുന്നത്. ഗ്ലേസിയറിന് ചുറ്റുമുള്ള ചെറിയ കടകളിൽ നിന്ന് ചൂടുള്ള കാശ്മീരി കവ, മാഗി, ചായ എന്നിവ കഴിക്കുന്നത് തണുപ്പകറ്റാൻ യാത്രികരെ സഹായിക്കുന്നു. ഗ്ലേസിയറിലെ വിനോദങ്ങൾക്കായി, അതായത് കുതിരസവാരി, സ്ലെഡ്ജിങ് എന്നിവയ്ക്ക് ഈടാക്കുന്ന തുക മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കി വിലപേശുന്നത് നന്നായിരിക്കും. കാരണം ടൂറിസ്റ്റ് സെൻ്റർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും യാത്രികരെ വഞ്ചിക്കാനുള്ള ഒരു ടെൻഡൻസിയും ഇവിടെ പതിവാണ്. സോനാമാർഗിലെ ജീവിതം പ്രകൃതിയോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്നതും എന്നാൽ കഠിനമായ വെല്ലുവിളികൾ നിറഞ്ഞതുമാണ്. ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇവിടെ സന്ദർശിക്കുമ്പോൾ. സോനാമാർഗിലെ ജനജീവിതം പ്രധാനമായും 2 സീസണുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് വേനൽക്കാലവും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്നത്, മറ്റൊന്ന് നവംബർ മുതൽ മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന ശീതകാലമാണ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന വേനൽക്കാലമാണ് വിനോദസഞ്ചാര സീസണായി കരുതപ്പെടുന്നത്. ഈ സമയത്ത് സോനാമാർഗ് സജീവമാകും. ഹോട്ടലുകൾ, കടകൾ, കുതിരസവാരിക്കാർ എന്നിവരെല്ലാം
വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ തിരക്കിലായിരിക്കും. എന്നാൽ ശീതകാലം, അതായത് നവംബർ മുതൽ മാർച്ച് വരെ, കനത്ത മഞ്ഞുവീഴ്ച കാരണം ഈ സമയത്ത് സോനാമാർഗ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാറുണ്ട്. പലപ്പോഴും താപനില 0 ഡിഗ്രിയിലും താഴെയാകുന്നതിനാൽ നാട്ടുകാരിൽ ഭൂരിഭാഗവും താഴ്ന്ന പ്രദേശങ്ങളായ ഗന്ദർബാൽ അല്ലെങ്കിൽ ശ്രീനഗർ ഭാഗങ്ങളിലേക്ക് താമസം മാറാറാണ് പതിവ്. ഭൂരിഭാഗം ആളുകളും ടൂറിസത്തെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ടൂറിസ്റ്റ് ഗൈഡുകൾ, കുതിരസവാരിക്കാർ, ഹോട്ടൽ ജീവനക്കാർ എന്നിവരാണ് ഇവിടുത്തെ പ്രധാന ജോലിക്കാർ. ഗുജ്ജർ, ബാക്കർവാൾ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആടുകളെയും കന്നുകാലികളെയും മേയിച്ചാണ് തങ്ങളുടെ ഉപജീവനം കണ്ടെത്തുന്നത്. വേനൽക്കാലത്ത് അവർ പച്ചപ്പുള്ള പുൽമേടുകളിലേക്ക് കന്നുകാലികളുമായി കുടിയേറുന്നു. സോനാമാർഗിലെ ആളുകൾ ലളിതമായ ജീവിതമാണ് നയിക്കുക. മരം കൊണ്ടും കല്ലും കൊണ്ടും നിർമ്മിച്ച വീടുകളാണ് ഇവിടെ കൂടുതലും കാണുന്നത്. കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഫെറാൻ എന്ന നീളൻ കമ്പിളി വസ്ത്രവും ചൂട് പകരാൻ കൽക്കരി നിറച്ച കാങ്ക്രി എന്ന മൺപാത്രവും അവർ ഉപയോഗിക്കുന്നു. കാശ്മീരിൻ്റെ തനത് ഭക്ഷണരീതിയാണ് ഇവിടെ സാധാരണയായി പിന്തുടരുന്നത്. അരിഭക്ഷണമാണ് പ്രധാനം. തണുപ്പിനെ പ്രതിരോധിക്കാൻ അവർ ധാരാളമായി കാവ കുടിക്കുന്നു. മാംസാഹാരങ്ങളും വൈവിധ്യമാർന്ന റൊട്ടികളും അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതി ഭംഗി ഉണ്ടെങ്കിലും ഇവിടുത്തെ ജനജീവിതം അത്ര എളുപ്പമല്ല. കഠിനമായ പരിസ്ഥിതി, ശൈത്യകാലത്തെ ഒറ്റപ്പെടൽ എന്നിവ ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധികളാണ്. എന്നാൽ അടുത്ത കാലത്തായി വന്നിട്ടുള്ള സോജില ടണൽ പോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മാറ്റങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൂടിയാണ്. ചുരുക്കത്തിൽ, ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ പ്രകൃതിയോട് പൊരുതിയും ഇണങ്ങിയും കഴിയുന്ന സമാധാനപ്രിയരായ ആളുകളാണ് സോനാമാർഗിലേത്. ഇങ്ങനെ സോനാമാർഗിൻ്റെ പ്രത്യേകിക്കുന്ന സൗകര്യങ്ങളും ഇവിടുത്തെ ടൂറിസ്റ്റ് വിഭവങ്ങളും മറ്റ് കാഴ്ചകളും ഒക്കെ കണ്ട് അതേപ്പറ്റി ചിന്തിച്ചും ഇനി നാം കാണാനിരിക്കുന്ന കാഴ്ചകളെപ്പറ്റി ഓർത്തുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നാം സഞ്ചരിച്ച് എത്തിയിരിക്കുന്നത് സോനാമാർഗിലെ ഒരു ബേസ് ക്യാമ്പ് എന്ന് നമുക്ക് വിളിക്കാവുന്ന, ടൂറിസ്റ്റുകൾക്ക് എത്താൻ അനുവാദമുള്ള വിശാലമായ ഒരിടത്തേക്കാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് വിശാലമായി പോകാം. മനോഹരമായ കാഴ്ചകൾ കണ്ണിലും ക്യാമറയിലും ഹൃദയത്തിലും പകർത്താം.